അസ്സലാമലൈക്കും. വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ 65ന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കനാണ്. 65 ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിക്കന് ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. ഈ എഗ്ഗ് ഈ ചിക്കനിൽ നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ശേഷം ഈ ചിക്കനിലോട്ട് 2 ടേബിൾ സ്പൂൺ കട്ട തൈര്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തത്. ഇതൊക്കെ കൂടെ നല്ല പോലെ തന്നെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് കളർ അല്പം ചേർത്ത് കൊടുക്കണം. 65 നമുക്കറിയാലോ, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ചിക്കനിൽ നല്ല പോലെ തന്നെ കളർഫുൾ ആയിരിക്കും. ഞാൻ അല്പം കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ വേണ്ട. വീട്ടിൽ ചെയ്തെടുക്കുന്നതിന് കളർ ചേർക്കണമെന്നില്ല. അല്പം റെഡ് ഫുഡ് കളറും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം 1 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുഴുവനായിട്ടും ഇത് ഈ പാനിൽ പോവില്ല കേട്ടോ, കുറേശ്ശെ ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഈ 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി മാറ്റണം. ഈ ചിക്കനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, അതൊന്ന് ചട്ടുകം കൊണ്ടൊന്ന് വേറെ ആക്കി കൊടുക്കണം കേട്ടോ. പിന്നീട് ഞാൻ പറഞ്ഞു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടതെന്ന്. നല്ലപോലെ വേവിച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഇതേപോലെ തന്നെ വേവിച്ചെടുക്കുക. നല്ലപോലെ ആയതിനു ശേഷം കോരി മാറ്റുക. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ചിക്കനൊക്കെ 1-2 ബാച്ചുകളായിട്ട് നമ്മൾ നല്ലപോലെ വറുത്തെടുത്തു. ഇനി 65 ആവണമെങ്കിൽ ഒരു പണി കൂടി ബാക്കിയുണ്ട്. ഇതിനായിട്ട് വേറൊരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും അല്പം ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 വറ്റൽമുളകിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഈ മസാലയിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത റെഡ് ചില്ലി അതും ചേർത്ത് കൊടുക്കുക. ഈ മസാലയിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. ഈ സമയം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും ജലാംശം വളരെ കൂടുതലായിട്ട് വറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. തീ വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ സെറ്റായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കന് നല്ലപോലെ റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ഈ മസാലയിലേക്കായിട്ട് അല്പം റെഡ് കളർ കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ ചിക്കന് നല്ലപോലെ കളർ കിട്ടും കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതോടുകൂടി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ.
ചിക്കൻ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതും വെളിച്ചെണ്ണയിലാണ്. നമ്മുടെ വീടുകളിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതിൽ വെച്ച് പെർഫെക്റ്റ് ആയ ചിക്കൻ 65 ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.